ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള ഡൽഹി ഗവൺമെന്റിന് കീഴിലുള്ള ഗവൺമെന്റ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹിയിലാണ്. വിവിധ പോസ്റ്റുകളിലായിട്ട് ഒട്ടനവധി ഏകദേശം 450ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവർ പോസ്റ്റിന്റെ വേക്കൻസീസ് ആണ് നോക്കാൻ പോകുന്നത്. ഡ്രൈവർ പോസ്റ്റിൽ മാത്രം തന്നെ നമ്മുടെ ഡൽഹി ഗവൺമെന്റിന് കീഴിലുള്ള വിവിധ വിജിലൻസ്, പ്രിസൻസ് പോലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഏകദേശം 31ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റാഫ് കാർ ഡ്രൈവറിന്റെ വേക്കൻസി ഉണ്ട്, അതേപോലെ ഡ്രൈവർ LMVയുടെ വേക്കൻസി ഒക്കെ ഉണ്ട്. സോ ഓരോ പോസ്റ്റിലും എത്രയാണ് വേക്കൻസി വന്നിട്ടുള്ളത്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്രയാണ് വേക്കൻസി വന്നിട്ടുള്ളത്, ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയായിരിക്കും, സാലറി സ്കെയിൽ എന്താണ് വരിക, മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 31 വേക്കൻസികളും സ്ഥിര നിയമനമാണ് വരുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ നമുക്ക് ആ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം, അതായത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പെട്ടെന്നുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് ആ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഗവൺമെന്റ് ഓഫ് NCT ഓഫ് ഡൽഹിയാണ് ഈ ഒരു അപേക്ഷ ക്ഷണിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു എക്സാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡാണ്. നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതും ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. അവരുടെ വെബ്സൈറ്റ് വരുന്നത് DSSB.online.nic.in എന്നാണ്. വിവിധ പോസ്റ്റുകളിലായിട്ട് വേക്കൻസി വരുന്നുണ്ട്. ഏകദേശം 448ഓളം ഒഴിവുകൾ വരുന്നുണ്ട്. ലാബ് ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട്, അതേപോലെ ഫാർമസിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, ഡ്രാഫ്റ്റ്സ്മാന്റെ വേക്കൻസി ഉണ്ട്, സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസി ഉണ്ട്, സ്റ്റോർ സൂപ്പർവൈസറിന്റെ വേക്കൻസി ഉണ്ട്, നഴ്സിംഗിന്റെ വേക്കൻസി ഉണ്ട്, സാനിറ്ററി ഇൻസ്പെക്ടറിന്റെ വേക്കൻസി ഉണ്ട്. അതുകൂടാതെ നമ്മൾ നോക്കുന്ന പോസ്റ്റായ ഡ്രൈവർ പോസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്, അതേപോലെ സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിൽ വേക്കൻസി ഉണ്ട്, സ്റ്റാഫ് കാർ ഡ്രൈവർ നോർമലിൽ വേക്കൻസി ഉണ്ട്, അതേപോലെ ഡ്രൈവർ LMV എന്നിങ്ങനെ തസ്തികയിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ്. ഞാൻ പറഞ്ഞു 21/3/2024 തൊട്ട് 19/4/2024 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. 21/3/2024 തൊട്ടാണ് ഈ വെബ്സൈറ്റിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അന്ന് തൊട്ടാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുക. നമുക്കൊരു പോസ്റ്റ് വൈസ് വേക്കൻസീസും അതിന്റെ ഡീറ്റെയിൽസും നോക്കാം. ഡ്രൈവർ, അത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി ഉണ്ട്. സ്റ്റാഫ് കാർ ഡ്രൈവർ, അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലോ, ജസ്റ്റിസ് ആൻഡ് ലെജിസ്ലേറ്റീവ് അഫയേഴ്സിൽ ഒരു വേക്കൻസി ഉണ്ട്. ലോകായുക്തയിൽ ഡ്രൈവറിന്റെ ഒരു വേക്കൻസി ഉണ്ട്. വിജിലൻസിലെ ഡ്രൈവറിന് 3 വേക്കൻസി ഉണ്ട്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 12 വേക്കൻസി ഉണ്ട്. ഡ്രൈവർ LMVക്ക് ഡൽഹി ആർച്ചീവ്സിൽ ഒരു വേക്കൻസി ഉണ്ട്. ഡൽഹി പ്രിസൺസിൽ 11 വേക്കൻസി. എന്നിങ്ങനെയാണ് ഈ ഒരു ഡ്രൈവർ പോസ്റ്റിന് നിലവിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ലാബ് ടെക്നീഷ്യന് 38 വേക്കൻസി ഉണ്ട്, ഫാർമസിസ്റ്റിന് 110 വേക്കൻസി ഉണ്ട്, നഴ്സിന് 144 വേക്കൻസി ഉണ്ട്, ഡ്രാഫ്റ്റ്സ്മാനിന് 10 വേക്കൻസി ഉണ്ട്. സോ ഈ ഒരു പറയുന്ന യോഗ്യത ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ കൂടി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൺലൈൻ വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഈ ഒരു ഡ്രൈവർ LMV പോസ്റ്റിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മെട്രിക്കുലേഷൻ ആണ്, അതായത് SSLC പാസ്സാണ്, പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസ്, അത് LMVയിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ചോദിക്കുന്നത്, വിത്ത് 2 years ഓഫ് അൺബ്ലെമിഷ്ഡ് എക്സ്പീരിയൻസ് ഇൻ ദ ലൈൻ. അതായത് നിങ്ങളുടെ ലൈസൻസിൽ നെഗറ്റീവ് മാർക്സോ കാര്യങ്ങളോ ഒന്നും വരരുത് എന്നാണ് അവർ പറയുന്നത്. സോ SSLC പ്ലസ് ഡ്രൈവിംഗ് ലൈസൻസ് LMV, അത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, നെഗറ്റീവ് ഇല്ലാത്ത ഒരു 2 years വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സാലറി ആണ് 19,900 to 63,200 ആണ് സാലറി സ്കെയിൽ വരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഗ്രൂപ്പ് C ലെവലിൽ വരുന്ന ഒരു ജോലിയാണ് ഇത്. ഇതിന്റെ ഏജ് ലിമിറ്റ് അവർ പറയുന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വർഷം, OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. സോ ഇതാണ് ഡ്രൈവർ LMVയുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നത്. ഇനി സ്റ്റാഫ് കാർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ SSLC പാസ്സാണ്, പ്ലസ് പൊസിഷൻ ഓഫ് എ വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ മോട്ടോർ കാർസ്, അതായത് കാറുകൾ ഓടിക്കാനുള്ള വാലിഡ് ആയിട്ടുള്ള LMV ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പിന്നെ മോട്ടോർ മെക്കാനിസത്തിലുള്ള ബേസിക് നോളജ് വേണം. അതുകൂടാതെ എക്സ്പീരിയൻസ് അവർ എടുത്ത് ചോദിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് എ മോട്ടോർ കാർ ഫോർ അറ്റ്ലീസ്റ്റ് 3 years, 3 വർഷം ഒരു മോട്ടോർ കാർ ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർ എക്സ്പീരിയൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഇനി ഹോം ഗാർഡ് ആയിട്ടോ സിവിൽ വോളണ്ടിയർ ഒക്കെ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് അവർ കണക്കൂട്ടും എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്.
അതിൻ്റെ സാലറി സ്കെയിലും സെയിം തന്നെയാണ്. 19,900 ടു 63,200 ഏജ് 18 മുതൽ 27. ഏജ് റിലാക്സേഷൻ സെയിം, അതായത് SC/STക്ക് 5, OBC നോൺ ക്രൈമി ലെയറിനൊക്കെ 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. സോ ഇത്രയുമാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത്. ഇനി ഇതിൽ നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു അപേക്ഷ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. 100 രൂപയാണ് അപേക്ഷ ഫീസ് വാങ്ങുന്നത്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് അടിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺസ് കാര്യങ്ങളൊക്കെ അവർ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ജനറൽ എക്സാം ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു 1 ടയർ ജനറൽ എക്സാം ആണ് ഉണ്ടാവുക. അതിൽ ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാവും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് എബിലിറ്റിയിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാവും, അരിത്തമെറ്റിക് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, അതേപോലെ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ, അതേപോലെ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ മുതലായ മേഖലയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. അതുകൂടാതെ ഡ്രൈവിംഗ് പോസ്റ്റിന് ഡ്രൈവിംഗ് മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതിനുശേഷം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ ആയിട്ട് മെയിൻലി വരുന്നത്. സോ നല്ലൊരു അവസരമാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യാം. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. കാരണം 21/3/2024 തൊട്ടേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 19/4/2024 വരെ നിങ്ങൾക്ക് ഇതിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞു, dssbonline.nic.in എന്നാണ് ആ ഒരു വെബ്സൈറ്റ് വരുന്നത്. ഇതാണ് അവരുടെ വെബ്സൈറ്റ് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു ചെക്ക് ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു വിൻഡോ ആണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതിൽ ജസ്റ്റ് ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു എൻറ്റയർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എത്രയാണ് വേക്കൻസി വരുന്നത്, എവിടെയൊക്കെയാണ് വേക്കൻസി വരുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വേക്കൻസി വരുന്നത്, സാലറി സ്കെയിൽ എന്താണ്, അതേപോലെ ഞാൻ ഈ പറഞ്ഞ എക്സാം പാറ്റേൺസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതേപോലെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇതിലൊരു രജിസ്ട്രേഷൻ ബട്ടൺ ഉണ്ട്. ഈ ഒരു ക്ലിക്ക് ഹിയർ ഫോർ, അതായത് നമ്മുടെ നോർമൽ കേരള PSCയിൽ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം വേണമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. സോ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഫോട്ടോ, സിഗ്നേച്ചർ മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു യൂസർ ID പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ആ ഒരു യൂസർ ID പാസ്വേഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോസ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ അത്യാവശ്യം നല്ല വേക്കൻസീസ് ഈ ഡ്രൈവർ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, അതായത് സർക്കാർ ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു അവസരമാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.